6 മാസമായി തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് കടമെടുത്ത് കോടിക്കണക്കിന് രൂപയാണ് പ്രചരണം നടത്തിയത്. മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുക, സീരിയലിലെ താരം എന്ന് പറയുകയാണ്, ഗവൺമെന്റിനെ പ്രശംസിക്കുകയാണ്. സീരിയലിലെ താരം വന്നിട്ട് സീരിയലിനിടയിൽ അതുവരെ കാശ് കൊടുക്കുകയാണ്, എല്ലായിടത്തും പണം കൊടുക്കുകയാണ്. എന്തെല്ലാം തമാശകളാണ്! ഇപ്പൊ ഇവിടെ വച്ചിരിക്കുന്ന ബോർഡ് പോലത്തെ ഒരു ബോർഡ്, ഒരു 7500 ബോർഡാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഞാനും എറണാകുളം MP ഹൈബി ഈഡനും കൂടി മാർക്കറ്റിൽ ഒരു ചായക്കടയിൽ പോയി. ചെറുപ്പക്കാർ വരുന്ന ചായക്കട. അവിടെ വരുമ്പോൾ ഒരു 23 വയസ്സുകാരനായ ഒരു പയ്യൻ വന്ന് പറഞ്ഞു, സാർ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അവരെത്ര ബോർഡാണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ബോർഡൊന്നും വെക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ബോർഡ് വെക്കുന്നുണ്ട്, അത്രേ കാശുണ്ടോ? അപ്പൊ ഇവൻ അടുത്തത് പറയാം, പക്ഷെ എല്ലാ ബോർഡിലും അവരുടേത് പിണറായി വിജയന്റെ ബോർഡുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇവര് മൂന്നാമത് ഒരിക്കലും വരരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ഇവര് ബോർഡ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണമായി മാറും എന്നാണ് ആ ചെറുപ്പക്കാരൻ 23 വയസ്സുകാരൻ പറഞ്ഞത്. ഇപ്പൊ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയില്ല. ഞാൻ പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഒരു ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മലയാള ഭാഷയ്ക്ക് എത്ര മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പിനെ പറഞ്ഞത് നികൃഷ്ട ജീവി, 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരനെ വിളിച്ചത് കുലംകുത്തി അല്ലേ? പിന്നെ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച MP ആയ NK പ്രേമേന്ദ്രനെ പറഞ്ഞത് പരനാറി. ഇവിടെ 50 കൊല്ലം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റുകാരനായ G സുധാകരനെ വിളിച്ചത് ചെറ്റൻ. കൊടുക്കണ്ടേ? ഇപ്പോ അത് കേട്ടിട്ട് മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞിരുന്ന തോമസ് ഐസക് ഇപ്പൊ അങ്ങനെ ഒരു കലാകാരനെ കോമാളി എന്ന് വിളിച്ചു. CPM വിളിക്കുവോ കലാകാരന്മാര് കോമാളികളാണോ? അവരുത്തരം പറയും കോമാളികളാണ്. അപ്പൊ ഇവര് വിധേയന്മാര് മാത്രമല്ല ഈ പാർട്ടി. G സുധാകരനെ പിണറായി വിജയൻ ചെറ്റ എന്ന് വിളിച്ചപ്പോ വേറൊരു പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ വന്ന് പറയുക, ചെറ്റ എന്ന് പറയുന്നത് ചാരുതയാർന്ന പ്രയോഗമാണ്. എങ്ങനെയുണ്ട്? വിധേയന്മാരാണ് CPM-ലുള്ളത്. മുഖ്യമന്ത്രി ഇരട്ടത്താപ്പിന്റെ ആളാണോ ഇരട്ടച്ചങ്കരാണോ എന്നാണ് എന്റെ സംശയം. പിന്നെ രാവിലെ പറഞ്ഞു 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ലെന്ന്. അത് മാത്രമേ നാവിൽ വരുള്ളൂ. ഈ ചെറ്റ വർത്താനം, ചെറ്റ കാര്യമാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല. ശബരിമലയിൽ വെച്ച് എന്താ പറഞ്ഞത്? സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ അഭിപ്രായം മാറ്റില്ല അല്ലേ? അവസാനം എന്ത് ചെയ്തു? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ എന്താ ചെയ്തത്? വീട്ടിൽ കയറി മാപ്പ് പറഞ്ഞു ഇല്ലേ? ആളുകളുടെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. അഭിപ്രായം മാറ്റി. 4 വോട്ടിന് വേണ്ടി അഭിപ്രായം മാറ്റില്ല എന്ന് പറഞ്ഞത് അഭിപ്രായം മാറ്റി. ആദ്യം പറഞ്ഞ അഭിപ്രായമല്ല. 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നു ശ്രീ ഗണേഷ് കുമാർ. അപ്പൊ അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം ഉണ്ടായി. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം. ഓർമ്മയുണ്ടല്ലോ? ഉമ്മൻചാണ്ടി ചവിട്ടിയൊന്നും പുറത്താക്കിയില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം വിളിച്ചു വരുത്തി രാജിക്കത്ത് എഴുതി മേടിച്ചു, ഗണേശനെ കൊണ്ട് രാജിവെപ്പിച്ചു. ഇപ്പോൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അംഗമാണ് ഗണേഷ് കുമാർ. അന്നത്തേതിനേക്കാൾ രൂക്ഷമായ ആരോപണം ഉയർന്നു വന്നു. പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കിയോ? കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നം എങ്ങനെയുണ്ട്? ഇദ്ദേഹത്തെ ഇരട്ട ചങ്കെന്ന് വിളിക്കുന്നോ ഇരട്ട താപ്പൻ എന്ന് വിളിക്കണോ? അതാക്കി പേര്. മനസ്സിലായോ? പറഞ്ഞത് അങ്ങനെ തന്നെ മാറ്റി പറയാം.